ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ ഞാൻ സ്കെയിൽ വെച്ചിട്ട് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾ വരച്ചു കൊടുക്കുക. ഹൂപ്പിൽ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഈ സ്ക്രൂ ഉള്ള ഹൂപ്പ് എടുക്കുക. അതിനുശേഷം നമ്മൾ മെറ്റീരിയലിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ആ ഭാഗം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ചെറിയ ഹൂപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതുപോലെ നമ്മളെ ഹൂപ്പ് ഫിറ്റായി കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹൂപ്പ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് സ്റ്റിച്ച് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോർമൽ സ്വിങ് ത്രെഡ് ഞാൻ ബോബിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പോലെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ ലൈനിൽ കുത്തി കൊടുക്കുക. അതിന് ശേഷം കുത്തി നിർത്തിയതിന് ശേഷം നമുക്ക് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കണ്ടോ, റണ്ണിങ് സ്റ്റിച്ചാണ് നമുക്ക് 0യിൽ കിട്ടുന്നത്. അപ്പോൾ സാധാരണ മെഷീൻ പോലെയല്ല, നമ്മളിതിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴുള്ളൂ. അപ്പോൾ വീണ്ടും 0യിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇത് കറക്റ്റായിട്ട് നീക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ 0യിലുള്ള സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് 1ലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1ലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്ക്രൂ മെല്ലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1ൽ ഏതാണ് സ്റ്റിച്ച് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1ൽ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ കറക്റ്റ് ലൈനിൽ ഇതുപോലെ കുത്തി കൊടുക്കുക. അതിനുശേഷം മെല്ലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ ലൈനിൽ കറക്റ്റ് നിർത്തിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ്
ഈ റിങ് ഇതുപോലെ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഹോൾഡ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും പിടിച്ചിട്ടാണ് നമ്മൾ നീക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ അകത്ത് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെറ്റർ നമുക്ക് ഇതുപോലെ സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിങ് നീക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ മെല്ലെ നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1ലുള്ള സ്റ്റിച്ചാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1ൽ കുറച്ച് തിക്നെസ് ഉള്ള വിഡ്ത്തുള്ള സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി കംപ്ലീറ്റ് ആയിട്ട് ഈ ലൈന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ റിങ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ 0യിൽ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ആ സ്റ്റിച്ച് നിങ്ങളൊരു 10 തവണ പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ ലൈൻ ഇട്ടിട്ട് 10 തവണ ചെയ്യണം. അതുപോലെ തന്നെ 1ൽ ഇട്ടിട്ടും ഒരു 10 തവണ ചെയ്യണം. പിന്നെ 2ൽ 3ൽ 4ൽ പിന്നെ മാക്സിമത്തിൽ അങ്ങനെ ഓരോ സ്റ്റിച്ചസും 10 തവണ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു പ്രാക്ടീസ് ആവുകയുള്ളൂ. ബേസിക്കലി പ്രാക്ടീസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് തുടർന്ന് ബാക്കിയുള്ള ഡിസൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ബേസിക് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ 1ലുള്ള സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത്. ഓക്കെ, നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ 0യിലും അതുപോലെ 1ലുള്ള സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത്. ഇനി നമുക്ക് നമ്മൾ 2യിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. 2യിൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ നോക്കാം. അപ്പോൾ 2യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 0 പഠിച്ചു, 1 പഠിച്ചു, ഇനി 2 ആണ്. അപ്പോൾ ഈ ലൈനിൽ നമുക്ക് 2 ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ആ ലൈനിലൂടെ തന്നെ പോവാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ എവിടെയാണോ ലൈന് വരച്ചത് മാക്സിമം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ രണ്ട് സൈഡിലും ഹോൾഡ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, തുടക്കം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഈ രണ്ട് സൈഡിലും പിടിച്ചിട്ട് തന്നെ നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ
സ്റ്റിച്ചിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളില്ലാതെ മാക്സിമം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് നമ്മൾ ഇത് മൂവ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് ഫില്ലായി വരുള്ളൂ. ഗ്യാപ്പുകളില്ലാതെ ഫില്ല് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ റിങ് മൂവ് ചെയ്യാനായിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ വീണ്ടും സ്റ്റിച്ച് പിടിക്കും. അപ്പോൾ നമ്മളുടെ നൂല് പൊട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് വരുന്നതിനനുസരിച്ച് ഇത് നീക്കി കൊടുക്കണം. ഓക്കെ, ഡിസൈനനുസരിച്ച് ഇത് മൂവ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഉണ്ടാവാനും പാടില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് കറക്റ്റായിട്ട് ഫില്ലാവുന്ന രീതിയിൽ ഇത് മൂവ് ചെയ്ത് കൊടുക്കണം. തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാനൊരു 10 സ്റ്റിച്ചസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റിച്ചസും നിങ്ങൾ 10 സ്റ്റിച്ച് വീതം ചെയ്യണം. ഓക്കെ, ഓരോ സ്റ്റിച്ചസും നിങ്ങൾ 10 വീതം ചെയ്യുക. 0-ലിട്ടിട്ട് ഒരു 10 ലൈൻ ചെയ്യുക. അതുപോലെ തന്നെ 1-ലിട്ടിട്ട് 10 ലൈൻ ചെയ്യുക. പിന്നെ 2-ലിട്ടിട്ട് 10 ലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ 2 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. ഇനി നമുക്ക് നമ്പർ 3, പിന്നെ 4, പിന്നെ 5. ഓക്കെ, 5 കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഉണ്ട് മാക്സിമം വിഡ്ത്തിൽ. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ 0-ൽ 10 ലൈന്, അതുപോലെ തന്നെ നമ്പർ 1-ൽ 10 ലൈന്, പിന്നെ നമ്പർ 2-ൽ 10 ലൈന്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് 2 ഇതിൻ്റെ പാർട്ട് 2 സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ പാർട്ട് 2 കാണാം.